റഷ്യ വീണ്ടും സോവിയറ്റ് യൂണിയൻ മോഡലിലേക്ക് കാര്യങ്ങൾ പരിഷ്കരിച്ചാൽ അത് ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ പോകുന്ന യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും തന്നെയാണ്. ഒരു സംശയവും വേണ്ട. യൂറോപ്യൻ യൂണിയൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ തന്നെ മാറി മറിയും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. കാരണം സോവിയറ്റ് റഷ്യ ആയിരുന്ന ഘട്ടത്തിൽ റഷ്യയെ ഒന്ന് ആക്രമിക്കുന്ന പോയിട്ട് അവർക്കെതിരെ ഒരു നിലപാട് പറയാൻ പോലും അമേരിക്കയ്ക്ക് ഭയമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ബെലാറസുമായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ലോക്കൽ ഇലക്ഷനിൽ ബെലാറസിലെ സിറ്റിസൺസിന്, റഷ്യയിൽ താമസിക്കുന്നവർക്ക് വോട്ടവകാശമുണ്ട്. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും ബെലാറസിൽ താമസിക്കുന്ന റഷ്യൻ സിറ്റിസൺസിനും വോട്ടവകാശം ഉണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ. അതുതന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ തോതിലുള്ള സഹകരണത്തിൻ്റെ, വിശ്വാസ്യതയുടെ ഒക്കെ പര്യായമാണ്. അതുപോലെ തന്നെ കൂടുതൽ എക്സ്റ്റൻഷൻസിലേക്ക്, കൂടുതൽ സഹകരണത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനാണ് റഷ്യയുടെ ശ്രമം. നമുക്കറിയാം ഉക്രൈനുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനല്ല അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ശ്രമം, കൂടുതൽ വഷളാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. റഷ്യയുടെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ്. എന്നാൽ സെലൻസ്കി കടുംപിടുത്തത്തിൽ നിന്നാൽ ഉക്രൈൻ എങ്ങും എവിടെയും അവർക്ക് സമാധാനം കിട്ടില്ല. കീവിലും കാർക്കീവിലും എപ്പോഴും വെടിയുണ്ടകളും മിസൈൽ വർഷങ്ങളുമായി അവിടുത്തെ ജനത ഭയന്ന് വിറച്ച് കഴിയേണ്ട സാഹചര്യത്തിലേക്ക് വീണ്ടും പോകും. പുടിന് ഭയമുണ്ട് ഡൊണാൾഡ് ട്രംപിന് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. റഷ്യക്കെതിരെ ഒരു ഇമ്പോസിഷൻ, അതായത് അവർക്ക് എതിരെയുള്ള എണ്ണക്കയറ്റുമതി ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്നൊക്കെ കൃത്യമായി യൂറോപ്യൻ യൂണിയനും അറിയാം. യൂറോപ്യൻ യൂണിയൻ്റെ ശ്രമകരമായ നീക്കങ്ങളെ എല്ലാം തടയിടാൻ പുതിയ പദ്ധതികൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചൈന കൂടി ഉപദേശിക്കുന്നുണ്ട്. നമുക്കറിയാം ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇറാനും മറ്റൊരു തലത്തിലേക്ക് സഹകരണം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഏതാനും ചില രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല, ഒരു പുതിയ അച്ചുതണ്ട് ശക്തി എന്ന രീതിയിൽ റഷ്യയുമായി നിൽക്കുന്ന, പ്രത്യക്ഷത്തിൽ പോരാട്ട മുഖത്ത് റഷ്യയുമായി ചേർന്ന് സഹകരിക്കാൻ പോകുന്ന ചില രാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രയേലും അമേരിക്കയും യോജിച്ചുകൊണ്ട് എടുക്കുന്ന നയങ്ങളെ എങ്ങനെയാണ് ഇറാൻ എതിർക്കുന്നത്, അതുപോലെ തന്നെ റഷ്യയും എതിർക്കുന്നത്, എങ്ങനെയാണ് റഷ്യൻ എണ്ണ ഉപരോധത്തെ ചെറുക്കാൻ പല വഴികളും നോക്കുന്നത്. നമുക്കറിയാം ഇറാൻ്റെ എണ്ണയും പരമാവധി തകർക്കാൻ, എണ്ണ കയറ്റുമതിയെ തകർക്കാൻ അമേരിക്ക പല കളികളും കളിക്കുന്നുണ്ട്. അവിടെയാണ് പരസ്പര ധാരണയോടുകൂടി നീങ്ങാൻ ഇറാനും റഷ്യയും ശ്രമിക്കുന്നത്. ഇതൊരു വളരെയധികം നിലനിൽപ്പിൻ്റെ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ട് രാജ്യങ്ങൾക്കും എണ്ണ ഒരു പരമപ്രധാനമായിട്ടുള്ള വരുമാന മാർഗം തന്നെയാണ്. അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ, അതിനെ എങ്ങനെയെങ്കിലും കവച്ചു കെട്ടാൻ പല വഴികൾ, തന്ത്രങ്ങൾ, താരിഫിൻ്റെ കാര്യമായിരുന്നാലും പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചാലും അതൊക്കെ അതിജീവിക്കാനുള്ള പുതിയ ഇക്വേഷനാണ് പുടിനും ഖമനിയും ചേർന്ന് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത്, റഷ്യയെ വീണ്ടും മേക്ക് റഷ്യ ഗ്രേറ്റ് അഗെയിൻ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണോ അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന രീതിയിൽ ഒരു പ്രൊപ്പഗാൻഡ ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയത്, റഷ്യയെ വീണ്ടും പരമാധികാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ പുടിൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.